ജീവിതത്തിൽ ആദ്യമായിട്ട് കൊട്ടിയൂര് പോണതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് എൻ്റെ മുഖത്ത് നിങ്ങൾ ഫസ്റ്റ് കണ്ടതെങ്കിൽ അത് വെറും കടാൻ പോണ തീയായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് തിരക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തിരക്ക് ഞാൻ കണ്ടില്ല. മറ്റേ ഇന്നസെൻ്റ് ഡയലോഗില്ലേ, വാതിൽ തുറന്നപ്പോൾ ഫുൾ കർണാടകക്കാർ ഒടുക്ക എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയത്. ജീവനോടെ തിരിച്ചിങ്ങോട്ട് വീട്ടിലെത്തിയത് എൻ്റെ കാരണവന്മാർ ചെയ്ത പുണ്യം തന്നെ ഞാൻ പറയുള്ളൂ. ഉന്തും തള്ളുമായിട്ട് ഗടിയന്മാരങ്ങനെ നിൽക്കുക. എൻ്റെ മക്കളെ എങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞുതരിക എനിക്കറിയില്ല. ഒരു വിധത്തിൽ നമ്മൾ കൊട്ടിയൂർ തൊഴുത് ഇങ്ങോട്ട് പുറത്തിറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇക്കരെ കൊട്ടിയൂർ തൊഴാൻ പോയി. ഇത് മറ്റേ എന്താ പിടിച്ചേനും വലുതാ മാളത്തിൽ എന്നറിയില്ലേ, അതേ അവസ്ഥയാണ്. അവിടെയും തിരക്ക് തന്നെ. പിന്നെ സ്വാഭാവികം അപ്പോൾ ഈ എനർജി പോയതൊക്കെ തിരിച്ചു കിട്ടാൻ നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞ് പെരളാശ്ശേരി അമ്പലത്തിൽ ഒത്തിരി സമാധാനം ഉണ്ടേനി. അവിടെ കുളത്തിലെ മീനുകൾ നമ്മളെ കാലിൽ കൊത്തണം, അതാണ് അവിടുത്തെ ഒരു ഇത് വിശ്വാസം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കഞ്ഞിയൊക്കെ കുടിച്ച് നമ്മൾ പോകുന്ന മുത്തപ്പൻ കാവിക്ക്. അവിടെ അതിനേക്കാളും വലുത് മുത്തപ്പനെ കാണാൻ നേരിട്ടുള്ളിൽ കയറാൻ കഴിയാത്തതുകൊണ്ട് പുറത്തുനിന്ന് ജനൽമ വലിഞ്ഞു കയറി കാണേണ്ട അവസ്ഥയാണ്. അത് കഴിഞ്ഞ് അവിടുത്തെ പ്രസാദം വാങ്ങി പോകുന്നു. അപ്പോൾ അത്രയുള്ളൂ. ബായ്.